നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ ആശ്വാസകരമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. യുദ്ധവിരുദ്ധർക്ക് നിരാശയ്ക്ക് വകയായിട്ടില്ല. ഇറാൻ സമാധാനത്തിനായി അമേരിക്കയ്ക്ക് മുന്നിൽ 3 നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയതാണ് അപ്രതീക്ഷിതമായ ഡെവലപ്മെന്റ്. അബ്ബാസ് അരാക്ചിയുടെ നാടകീയമായ ഇസ്ലാമാബാദിലേക്കുള്ള മടക്കവും അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇത് സമാധാനത്തിലേക്കുള്ള വഴിയാകുമോ? നിലവിലെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. ഏറ്റവും ഒടുവിൽ 2ാം വട്ട ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കാതെ നിലപാട് അതിനു മുന്നോടിയായി അറിയിച്ച് മടങ്ങിയ ഇറാനെതിരായ ഭീഷണികൾ US തുടരുന്നതിനിടെയാണ് 3 നിർദ്ദേശങ്ങൾ പ്രശ്നപരിഹാരത്തിന് ഇറാൻ ഇങ്ങോട്ട് വന്ന് വെച്ചുകൊടുത്തത്. US-ഉമായി കരാറിന് ഇറാൻ തയ്യാറായി എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. നിർദ്ദേശങ്ങളുടെ കരട് പാകിസ്ഥാൻ മധ്യസ്ഥർക്ക് ഇറാൻ കൈമാറി എന്നും US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 കാര്യങ്ങൾ, അതായത് ഇറാന്റെ നിർദ്ദേശങ്ങളിലെ 3 കാര്യങ്ങൾ ഇവയാണ്. 1 ഹോർമുസ്, 2 ആണവ കാര്യം, 3 യുദ്ധം നിർത്തൽ. ഇത്രയും കാര്യങ്ങളുടെ വിശദാംശമാണ് US-ന് കൈമാറാനായി പാകിസ്ഥാനെ ഏൽപ്പിച്ചത്. ഈ സാഹചര്യം പ്രധാനമാണ്. എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? ഹോർമുസ് തുറക്കാനുള്ള തീരുമാനം അതിൽ പ്രധാനം. ഇറാന്റെ നിലപാട് കൈക്കൊള്ളുന്നതിന് സമാന്തരമായി US-ഉം ഹോർമുസുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ നീക്കണം. ഹോർമുസ് തുറക്കുക വഴി ആദ്യം ഉപരോധം നീക്കുക. ഒപ്പം വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടുകയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് ഇരു കക്ഷികളും പിൻവലിയുകയോ ചെയ്യുക. കടലിടുക്ക് തുറക്കുക എന്നത് പ്രഥമ പരിഗണന വേണ്ട കാര്യമാണ് എന്ന് ഇറാൻ പറയുന്നു. ഹോർമുസ് തുറന്നതിന് ശേഷം മാത്രമാണ് ആണവ ചർച്ച ആരംഭിക്കുക. നാവിക വ്യോമ നിരീക്ഷണങ്ങളടക്കം അമേരിക്കയുടേത് പിൻവലിക്കണം. എന്നാൽ ഇറാന് മേലുള്ള ഉപരോധം ഭാവിയിൽ നീക്കിയാൽ ഭാവിയിൽ ചർച്ചകളിൽ US-ന്റെ സ്വാധീനം കുറക്കുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഇറാന്റെ ആണവ നിരായുധീകരണം ആണ് അമേരിക്കയുടെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുക എന്നതാണ് US-ന്റെ സുപ്രധാനമായ ലക്ഷ്യം. ഈ യുദ്ധത്തിന്റെ കാരണമായി അവർ പറഞ്ഞിരുന്നതും അതാണ്. ആണവ നിരായുധീകരണത്തിനുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അവിടെ വിളിച്ചു വരുത്തി ഇറാനുമായി ചർച്ച നടത്തിയിരുന്ന ഘട്ടത്തിലാണ് ഇറാനെ ചതിയിലൂടെ ആക്രമിച്ച് ആരംഭിച്ചത്. ആണവായുധ നിർമ്മാണം സംബന്ധിച്ചുള്ള അമേരിക്കൻ ആവശ്യത്തിൽ പിന്നീട് തീരുമാനിക്കാൻ മാറ്റിവെക്കണം എന്നാണ് ഈ നിർദ്ദേശങ്ങളിലെ 2ാമത്തെ കാര്യം. ഇപ്പോൾ അടിയന്തരമായി ഹോർമുസ് തീരുമാനിച്ചതിന് ശേഷം ഈ കാര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പ്രധാനമായി ഉയർന്നു വന്നത് അവർ ആണവായുധത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണമല്ല, യുറേനിയം സമ്പുഷ്ടീകരണം മറ്റ് കാര്യങ്ങൾക്കാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കാണ് എന്നാണ്. അതേസമയം അമേരിക്ക ഈ കാര്യങ്ങളിൽ തീരുമാനം നീട്ടിവെച്ചാൽ അത് ട്രംപിൻ്റെ ഇതുവരെയുള്ള ഐഡന്റിറ്റിയെ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടിനെ ചോദ്യം ചെയ്യലാകും എന്നുള്ള നിരീക്ഷണത്തിലാണുള്ളത്. ആണവ വിഷയത്തിൽ എന്ത് വിട്ടുവീഴ്ചകളും ആലോചിച്ച് മാത്രമേ കൈക്കൊള്ളാനാകൂ. ഇറാൻ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള നടപടി എന്ന നിലയിൽ ആണവ കാര്യങ്ങളിലെ US-ന്റെ ആവശ്യം പിന്നീട് പരിശോധിക്കാനുള്ള സാവകാശമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. US ഇറാനുമായുള്ള ആദ്യഘട്ട ചർച്ചയിൽ പരിഹാരമാകാത്തത് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഹോർമുസും ആണവ നിരായുധീകരണവുമാണ്. ഇക്കാര്യത്തിൽ യുക്തിസഹമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. US-നെ സംബന്ധിച്ച് അത് ഒരു അവസരം കൂടിയാണ് എന്നുള്ളതാണ്. എന്നാൽ US-നെയും ട്രംപിനെയും സംബന്ധിച്ച് ഈ 2 തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചാൽ അത് പരാജയമായി വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് കൂടിയുണ്ട്. വിജയമായി, നേട്ടമായി എന്തെങ്കിലും വിളിച്ചു പറയാനില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. എന്തും സമ്മതിക്കാം, പക്ഷെ വിജയം ഞങ്ങൾക്കാണെന്ന് സമ്മതിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ സമീപനം. അതുകൊണ്ട് ഇറാൻ നിർദ്ദേശങ്ങൾ US പരിഗണിക്കുന്നത് ഏത് മട്ടിലായിരിക്കുമെന്നത് വ്യക്തമല്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച വിശകലനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും US-ഉമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നയതന്ത്ര ചർച്ചകളിലെ സ്തംഭനാവസ്ഥയും അടുത്ത ഘട്ടത്തിൽ എടുക്കേണ്ട നടപടികളും ട്രംപിന്റെ സംഘം ചർച്ച ചെയ്യും എന്ന് US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞായറാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനിയൻ എണ്ണ കയറ്റുമതിയെ തടയുന്ന നാവിക ഉപരോധം തുടരാൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. തങ്ങളുടെ എണ്ണ കയറ്റി അയക്കാൻ കഴിയാതെ വരുന്ന ഘട്ടത്തിൽ ഇറാൻ ഒരാഴ്ചക്കകം വഴങ്ങും എന്നായിരുന്നു ട്രംപ് പ്രതീക്ഷ പങ്കുവച്ചത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മണിക്കൂറുകളുടെ ഇടവേളയിൽ 2 തവണ പാകിസ്ഥാനിലെത്തിയതും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. ശനിയാഴ്ച US പ്രതിനിധികൾ ചർച്ചയ്ക്കെത്തും മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഒമാനിലേക്ക് പോയതാണ് അരാക്ചി. ഞായറാഴ്ച പക്ഷേ പെട്ടെന്ന് അതിവേഗം വീണ്ടും എത്തി. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി അടിയന്തര കൂടിക്കാഴ്ചകൾ നടത്തി. അപ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുടെ 3 നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി പ്രാഥമിക രൂപരേഖയെപ്പറ്റിയുള്ള നിലപാട് കൈമാറിയത്. നേരത്തെ അരാക്ചി, അസിം മുനീർ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
അതിനിടെ അരാച്ചി റഷ്യയിലേക്ക് പോയി പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ പുടിനുമായുള്ള കൂടിക്കാഴ്ച നേരത്തെ നിശ്ചയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതും പരക്കുന്നുണ്ട്. പ്രധാനമായി ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള റഷ്യയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യമാണ് റിപ്പോർട്ടുകളിൽ നിറയുന്നത്. പുടിൻ ഇനിയും യുദ്ധം നീണ്ടുപോകാൻ ഇടയുള്ള സാഹചര്യം മനസ്സിലാക്കി ഇറാനോട് വഴങ്ങണം എന്ന് നിർദ്ദേശിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ നിർദ്ദേശം അവഗണിക്കാൻ ഇറാനും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യവുമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അരാക്ചിയുടെ പുടിനുമായി കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ അത് ശ്രദ്ധേയമാവും, നിർണായകമാകും ഇനിയുള്ള ദിവസങ്ങളിൽ. US മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ ഇറാനിയൻ നേതൃത്വത്തിൽ സമവായമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. പാകിസ്ഥാൻ, ഖത്തർ, തുർക്കി രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളെ അബ്ബാസ് അരാക്ചി ഇക്കാര്യം അറിയിച്ചിരുന്നതായി ആക്സിയോസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ മധ്യസ്ഥതയെ ചോദ്യം ചെയ്ത് ഇറാനിയൻ പാർലമെന്റ് അംഗം ഇബ്രാഹിം റസായി രംഗത്തെത്തി. പാകിസ്ഥാൻ നിഷ്പക്ഷത പാലിക്കുന്നില്ല എന്നും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. പാകിസ്ഥാൻ ഇറാന്റെ സുഹൃത്തും അയൽ രാജ്യവും ഒക്കെയാണ് എങ്കിലും ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ആവശ്യമായ വിശ്വാസ്യത അവർക്കില്ല. അപ്പോഴും അവർ ട്രംപിന്റെ താൽപ്പര്യങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. ലബനൻ വിഷയത്തിലും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികളുടെ കാര്യത്തിലും അമേരിക്ക നൽകിയ വാഗ്ദാനം ലംഘിച്ചപ്പോൾ പാകിസ്ഥാൻ മൗനത്തിലായിരുന്നു. മധ്യസ്ഥർ എപ്പോഴും നിഷ്പക്ഷരായിരിക്കണം എന്നും റസായി പറഞ്ഞു. അതിനിടയിൽ യുദ്ധത്തെ ചൊല്ലി ട്രംപിന്റെ ആക്ഷേപത്തിന് വിധേയനായ ലിയോ 14 മാർപ്പാപ്പ ശക്തമായ പ്രതികരണവുമായി വീണ്ടും രംഗത്തെത്തിയത് ശ്രദ്ധേയമായിട്ടുണ്ട്. യുദ്ധത്തിൽ ഏർപ്പെടുന്നവരെയും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നവരെയും മാനവികതയുടെ സമാധാനം കവരുന്ന കൊള്ളക്കാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ പ്രതികരിച്ചത്. ചെർണോബിൽ ആണവ ദുരന്തത്തിന് 40ാം വാർഷികത്തോടനുബന്ധിച്ച് ആണവോർജ്ജത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം യുദ്ധത്തിനെതിരെ കടുത്ത നിലപാട് ആവർത്തിച്ചത്. ആണവോർജ്ജം വിനാശത്തിനല്ല, മറിച്ച് ജീവിതത്തിന്റെ നിലനിൽപ്പിനായി വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ലോക നേതാക്കളോട് ആഹ്വാനം ചെയ്തു. ആധുനിക ഉപഭോഗ സംസ്കാരവും യുദ്ധക്കൊതിയും മനുഷ്യനാശത്തിലേക്കാണ് നയിക്കുക. മാനവരാശിയുടെ സമാധാനപൂർണ്ണമായ ഭാവി മോഷ്ടിക്കുന്നവരാണ് യുദ്ധക്കൊതിയന്മാർ. ഭൂമിയിൽ വിഭവങ്ങൾ കൊള്ളയടിച്ചും രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ നടത്തിയും ഏതെങ്കിലും രൂപത്തിൽ തിന്മയെ പോഷിപ്പിച്ചും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഭാവി നഷ്ടപ്പെടുത്തുന്ന കള്ളന്മാരെ നമുക്ക് മറക്കാം എന്നാണ് പോപ്പ് പറഞ്ഞത്. യുദ്ധത്തെക്കുറിച്ച് നേരത്തെ നിലപാട് പറഞ്ഞിരുന്ന മാർപ്പാപ്പ ഇറാന്റെ വക്താവായി പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാണ് ട്രംപ് നേരിട്ടത്. മാത്രമല്ല പോപ്പിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപിന്റെ വാക്കുകൾ മുഖവിലക്ക് പോലും എടുക്കാതെ പോപ്പ് നിലപാട് ആവർത്തിച്ചത് പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് മാത്രമല്ല ട്രംപിന് വലിയ ആഘാതവുമാണ്. അതിനിടയിൽ US-ൽ ട്രംപ് ഭരണകൂടത്തിലെ പ്രധാന പദവിയിലിരിക്കുന്ന പ്രമുഖരുടെ തലതെറിക്കുന്നത് തുടരുകയാണ്. ട്രംപിന്റെ സമീപനങ്ങളിലാകെ ഭരണകൂടത്തിന്റെ ആകെ കൊള്ളരുതായ്മകൾ നിഴലിക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് ഒരാൾ കൂടി പുറത്താക്കലിന്റെ വക്കിലെത്തിയത്. FBI മേധാവി കാഷ് പട്ടേലിനെ പുറത്താക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഉയർന്ന മദ്യപാൻ അടക്കമുള്ള പരാതികളുടെ തുടർച്ചയായി കാഷ് പട്ടേലിന്റെ പുറത്താക്കലിന് വഴിയൊരുങ്ങുന്ന സാഹചര്യമാണ് എന്ന് വൈറ്റ് ഹൗസിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു. കാഷ് പട്ടേലിനെ കുറിച്ച് തുടർച്ചയായി പ്രതികൂല വാർത്തകൾ വരുന്നുണ്ട്. ക്യാബിനറ്റ് സെക്രട്ടറി സംബന്ധിച്ച് ഗുണകരമല്ല, ട്രംപ് ഭരണകൂടത്തിൽ കാര്യങ്ങൾ അത്ര സുഖകരമായല്ല നീങ്ങുന്നത് എന്ന സൂചനകൾക്കിടെയാണ് കാഷ് പട്ടേലുമായുള്ള ബന്ധപ്പെട്ട വാർത്തകളും വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ 3 ക്യാബിനറ്റ് അംഗങ്ങളാണ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പുറത്തുപോയത്. അറ്റോർണി ജനറൽ പാം ബോണ്ടി, ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയത്ത്, ലേബർ സെക്രട്ടറി ലോറി ഷാവേസ് ഡിറമെറിൻ തുടങ്ങിയവരാണ് സ്വഭാവ ദൂഷ്യമടക്കം ആരോപണങ്ങളെ തുടർന്ന് മാറ്റപ്പെട്ടത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ ടോഡ് ലിയോൺസ് അടുത്ത മാസം ഒഴിയും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേവി സെക്രട്ടറി ജോൺ ഫെലാനെ കഴിഞ്ഞയാഴ്ചയാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സൈത്ത് പുറത്താക്കിയത്. ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന പല നടപടികളും ദീർഘവീക്ഷണമില്ലാത്തതും US-ന്റെ സമീപനങ്ങൾക്ക് വിരുദ്ധമായതും രാജ്യത്തെ കുഴിയിൽ ചാടിക്കുന്നതുമാണ് എന്ന് നേരത്തെ തന്നെ എതിരാളികൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിലടക്കം രാജ്യ താൽപര്യം നോക്കാതെ യുദ്ധത്തിനിറങ്ങിത്തിരിച്ച് നേരിടേണ്ടി വന്ന തിരിച്ചടി ട്രംപിന്റെ നിലപാടുകളുടെ പിന്നിൽ മറ്റ് താൽപ്പര്യങ്ങളാണ് എന്ന ആരോപണങ്ങൾക്ക് ഇടയാക്കി. ഡെമോക്രാറ്റുകൾ അടക്കം ഈ കാര്യം നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉന്നത സ്ഥാനീയരൊന്നാകെ പല കുരുക്കുകളിൽ പെടുന്നതും കൂടി പതിവായതോടെ ട്രംപിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉദ്യോഗസ്ഥരാണോ തലയായ ട്രംപ് തന്നെയാണ് ഉത്തരവാദി എന്ന ചോദ്യമാണ് ബാക്കി. ഇറാൻ യുദ്ധത്തിൽ നെതന്യാഹുവിൻ്റെ വാക്കുകേട്ട് ട്രംപ് ഇറങ്ങിത്തിരിച്ചു എന്നും പീറ്റ് ഹെക്സൈത്ത് അടക്കം ട്രംപിനെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഹെക്സൈത്തിനെ പോലുള്ളവർ തങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഇറാൻ യുദ്ധത്തിൽ US-ന് ഇനി അധികകാലം ഇതുപോലെ മുന്നോട്ട് പോകാനാകില്ല എന്നുറപ്പാണ്. ട്രംപിന്റെ ജനപ്രീതി മാത്രമല്ല റിപ്പബ്ലിക്കൻസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും മട്ടിലാണ് US-ലെ ആഭ്യന്തര രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. 2ാം ഘട്ട ചർച്ചകളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കും എന്ന് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാം. ഇത് ട്രംപിന്റെ ബാധ്യതയായി മാറിക്കഴിഞ്ഞു. ഇറാന്റെ 3 നിർദ്ദേശം പരിഗണിക്കപ്പെടുമോ, US-ൻ്റെതായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചയിലേക്ക് കടക്കുമോ എന്ന് നമുക്ക് അറിയാൻ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.